എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. നമ്മളിവിടെ അടുത്ത് അമ്പല്ലൂർ റൈസ് ഫീൽഡിനടുത്ത് എത്തിയിട്ടുണ്ട്. ഒരു ചെറിയൊരു നെൽപ്പാടത്ത് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് നാളായി. നേരത്തെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് ഇടാൻ പറ്റിയിട്ടില്ല. നല്ല ഷേക്കി ആയിട്ടുള്ള ഒരു വൈറ്റ് ഫീൽഡ് ആയതുകൊണ്ട് അത് എനിക്ക് ആ ഫുട്ടേജ് ഇടാൻ പറ്റിയിട്ടില്ല. ഞാൻ സൈക്കിളിൽ വരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്. കിടപ്പൊക്കെയാണ്, വീണ്ടും നിവർന്ന് കിടക്കുകയാണ് പാടം. ഇപ്പം കുറച്ചുകൂടെ കാടായിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഇത് നെല്ല് തന്നെയാണോ കുറച്ചിങ്ങനെ അവിടെയൊക്കെ കുറച്ച് തെങ്ങ് തന്നെയാണ്. തെങ്ങ് കൃഷി നടത്തണം. നേരത്തെ ഇവിടെ പാടം വരുന്നു കേട്ടോ, നെൽപ്പാടം ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു നെൽപ്പാടം കാണാൻ. നല്ല വെയിലുണ്ട്. നല്ല വെയിലില്ല, ആവശ്യത്തിന് ചെറിയൊരു വെയിലുണ്ട്. പിന്നെ ഇപ്പം കാണാൻ ഒരുമാതിരി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സൈക്കിളിൽ വന്ന അത്ര കൊള്ളത്തില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെയൊക്കെ ഒരുമായി കാട് പിടിച്ചും ഒരുമായി അഴുക്കൊക്കെ ആയിട്ട് കിടക്കുക. ഞാൻ നേരത്തെ ഒരു തവണ ഇതുവഴി വന്നപ്പോൾ ഇവിടെ ബ്രിഡ്ജ് പണി അടക്കുകയാണ്. അങ്ങനെ കുറച്ച് സാഹസികമായിട്ടൊക്കെ ചാടിക്കിടന്നൊക്കെ അപ്പോൾ അതുവഴി കൂടെ വന്നു. ഈ വണ്ടിയിലാണ് ഞാൻ വന്നത്. ഭാഗ്യത്തിൻ്റെ തോട്ടിൽ വീഴാത്ത ഇതുണ്ടോ. ഈ സീൻ ഇവിടെ ഇത് സെറ്റ് കേട്ടോ. ഇവിടെ ഏകദേശം ഇത് പണ്ടത്തെ പോലെ തന്നെ നല്ല രസമുണ്ട് കാണാൻ. നല്ല നീണ്ടു നിവർന്ന് അങ്ങനെ അങ്ങ് കാട് കണക്ക് കിടക്കും. ഇത് സെറ്റ് കേട്ടോ, ഇത് കൊള്ളാം. ഇവിടെ മാത്രമേ കുറച്ച് വേറായിട്ടുള്ളൂ. എന്തൊരു ഫോട്ടോഷൂട്ട്. ഫോട്ടോഷൂട്ട് എന്തൊക്കെ നേരത്തെ ഇവിടുത്തെ ബ്രിഡ്ജിൻ്റെ ഇപ്പോഴും അത് കണക്ക് തന്നെ, ഭയങ്കര മോശം. സ്ഥലം കൊള്ളാം. പണ്ടത്തെ പോലെ തന്നെ ഇവിടെ ഒരു 5-10 കൊക്കും 2-3 എരുമകളും. കൊക്കും എരുമയും അത്ര തന്നെ ഇവിടെ അധികവും കാണാൻ പറ്റുന്നത്. ഇവിടെ ഇപ്പം എന്തോ നടക്കണം. ഇതിൻ്റെ നടുക്കായിട്ടൊരു ട്രാൻസ്ഫോമർ കൊണ്ട് വെച്ചേക്കണം. ട്രാൻസ്ഫോമർ അല്ലല്ലോ, ഇതിൻ്റെ എന്തോ എന്താ. പിന്നെ ഇതിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു കോവിലുണ്ട് കേട്ടോ. ആ കോവിലൂടെ ഒന്ന് പോയിട്ട് വരാം. ഞാൻ കുളിച്ചിട്ട് മാംസം അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല. കോവിലിൽ പോവാം. കോവിലിൽ പോയി ഒന്ന് ചെറുതായിട്ട് വെളിയിൽ നിന്ന് തൊഴുതിട്ട് വരാം. ഇവിടെ അടുത്ത് വരെ വന്നിട്ട് പോയില്ലെങ്കിൽ ആരുടെ അവിടെ അവൻ്റെയാണ് പറ്റിച്ച. ഇവിടെ ഒരു കുളമുണ്ട് പറഞ്ഞാൽ. കുളത്തിൽ കുളിക്കാനൊന്നും പറ്റില്ല, കുളിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല. ഇവിടുത്തെ റോഡ് ഒട്ടും ഒഴിയില്ല. ഇതാണ് നമ്മൾ പറഞ്ഞ കോവിൽ. തുറന്നിട്ടില്ല കേട്ടോ. തുറന്നിട്ടില്ല. ശരിയോ, ദിവസമാണ് കഷ്ടമൊക്കെ മറ്റു പോട്ടില്ല. പള്ളിയാപ്പറമ്പ് കീഴൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്രമുണ്ട്.
ഓ ഇത് പള്ളിയാപ്പറമ്പ് കീഴൂർ ശ്രീ ഭദ്രകാളി. ഓ ഇത് പള്ളിയാപ്പറമ്പ് കീഴൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്രമാണ്. ഇതിൻ്റെ പേര് ഞാൻ നോക്കാറില്ല കേട്ടോ. ഇതൊരു ഇവിടെ കുറേ തവണ പോകും, തൊഴുതിട്ട് പോകും. ശരി, പോയിട്ട് വരാമേ. പേര് മാത്രം എന്താണ് ആദ്യമായിട്ട് നോക്കാം. ഇതാണ് ന്യൂട്രൽ വീട്. സോ അങ്ങനെ കോവിലിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. തുറന്നിട്ടില്ല കേട്ടോ, ഇപ്പം 5:32 തുറന്നിട്ടില്ലെന്നാണ് തോന്നുന്നു. അവിടെ ഇതേടാ മീനാണേ. മീനുണ്ടോ? എന്തൊരു മീൻ? ആഴമില്ലേ ഇത്? ആഴമുണ്ടോ? പറയാൻ പറ്റില്ല, അടിയിൽ നല്ല ചെളിയായിരിക്കും. കുളിക്കുന്നുണ്ടോ ആൾക്കാരിപ്പോൾ? തുണി കഴുകും, പിന്നെ ഒന്ന് കുളിക്കും. ഞാൻ ഇങ്ങോട്ട് കൊണ്ട് ഒരാളും പുല്ല് വെട്ടണോ? പുല്ല് വെട്ടിയ ബ്രാലല്ലേ? വളർത്തോ ഇതിനകത്ത് എന്തെങ്കിലും? ഓ ഇതേ ആണെങ്കിൽ കഴിഞ്ഞ ഈ കുളം വറ്റിക്കുമ്പോൾ ഇതിനെ പിടിക്കും. ബുഷിയൊക്കെ ഉണ്ടോ? ബുഷി ബ്രാല് അത് തന്നെയല്ലേ? ആമയുണ്ടോ? കുറേ ഉണ്ടല്ലേ അവിടെ? ചെറിയ ചെറിയ മീനൊക്കെ വലുതാകുമ്പോൾ എല്ലാം പിടിച്ചോണ്ട് പോയി. കൂടുതലുണ്ടാവും. ശരി, അപ്പോൾ ആ കുളത്തിൽ ഇറങ്ങുകയൊക്കെ ചെയ്യും കേട്ടോ ആൾക്കാർ. ഞാൻ വിളിച്ച് ഇറങ്ങത്തൊന്നുമില്ല. കുളിക്കുകയും തുണി കഴുകുകയും പിന്നെ ബ്രാല് ബുഷി ഇതിനൊക്കെ വളർത്തുന്നുണ്ട്. അത് സെറ്റ്. ഞാൻ വെച്ച് അധികം ഉപയോഗശൂന്യമില്ലാതെ കിടക്കുകയാണ്. പിന്നെ നമ്മുടെ 3 എരുമയും 5 കൊക്കുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ തിരിച്ച്. ഇനി ഇവിടെ നിന്ന് തിരിച്ച് ഞാൻ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ ജസ്റ്റ് ഒരു കുളത്തൂർ വരെ പോകാൻ വേണ്ടിയിട്ട് ഇന്ന് ഇറങ്ങിയാണ്. എൻ്റെ ഇടയിൽ കുറച്ച് 2-3 വീഡിയോസും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സെറ്റാണോ എന്തോ വീട്ടിൽ പോയി എഡിറ്റ് ചെയ്യുന്നവരെ അറിയാം. എൻ്റെ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും കംപ്ലൈൻറ്റ് അത് പോയി കേട്ടോ. അത് 8ൻ്റെ പണി കിട്ടും. ഇനി അതെനിക്ക് ശരിയാക്കി കിട്ടുമെന്ന് തോന്നുന്നില്ല. ഫ്ലാറ്റിൻ്റെ പണിയിൽ കിടക്കി. ബൈ ഫീൽഡ്, നമുക്ക് വീട്ടിൽ പോകും. വേറെ എന്തെങ്കിലും ഒരു ദിവസം ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ബാക്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ട്. ഇത് അപ്പോൾ ഇതൊക്കെ തന്നെ ഈ ഫീൽഡിനെ കുറിച്ച് പറയാനുള്ളത്. റോഡ് മാത്രം മോശമാണ്. ഇപ്പം സീസൺ ആയിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. അഴുക്കൊക്കെ പിടിച്ചാണ്. കൊയ്ത്ത് സീസണൊക്കെ വരും. വിതച്ചിട്ടില്ലെന്നും തോന്നുന്നു. വിതച്ചിട്ടില്ല. റോഡ് ഭയങ്കര മോശം പറയാം. പിന്നെ ടിൻറ്റഡ് സൺഗ്ലാസസും കൂടെ താഴ്ത്തിയിട്ടേക്കുന്നുണ്ട്. കുറച്ച് ബുദ്ധിമുട്ട്. പെട്രോൾ അടിച്ചിട്ടില്ല. അത് ചിലപ്പോൾ 1 ലിറ്ററെങ്കിലും കാണണം. ഫ്യൂൽ ഇഞ്ചക്ഷനാണ്. അങ്ങനെ വറ്റിച്ച് ഓടിക്കാൻ പാടില്ല എന്നാണ് പറയാറ്. എൻ്റെ അമ്മോ, റോഡേ ഭയങ്കര മോശമാണല്ലോ.
ഞാൻ വെച്ച് എരുമയായിരിക്കും, പക്ഷെ പശുവായിരുന്നു. എരുമയുടെ കളർ. ഇത്രയൊക്കെ തന്നെ. ഇനി ഈ വീഡിയോ എൻഡ് ചെയ്യാൻ സമയമായി. ഞാൻ മെയിൻ റോഡ് എത്തുമ്പോൾ ഞാൻ ക്യാമറ ഇവിടെ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ ഫൈൻ അടിച്ച് തരും. ഇതുവഴി കൂടെ പോയ ഏതൊരു സ്കൂളാണ് കണ്ടാണ്, സ്കൂളാണോ ആ സ്കൂളാണെന്നാണ് ഞാൻ മാപ്പിലൊന്ന് നോക്കിയപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ ശരി, ഞാൻ അവിടെ നിന്ന് വെച്ച് കട്ട് ചെയ്തു. കട്ട് ചെയ്ത് ക്യാമറ ബാക്കിലാക്കിയിട്ട് വീട്ടിലേക്ക്